ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മുടെ റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് ആവശ്യമായിട്ട് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ബട്ടർ മിൽക്ക് വേണം. അപ്പോൾ ഞാനൊരു ചെറിയ കപ്പിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂണോളം വിനീഗർ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് ബട്ടർ മിൽക്ക് ആവാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് പിരിഞ്ഞ പോലെ വരും. അപ്പോൾ നമുക്കിതൊന്നൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു അര കപ്പ് മൈദ, അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 50 ഗ്രാം അൺസാൾട്ടഡ് ആയിട്ടുള്ള ബട്ടറാണ് എടുത്തിട്ടുള്ളത്. നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം നമ്മളിതിലേക്ക് എടുക്കാനായിട്ട്. അത് നമ്മൾ ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല സോഫ്റ്റ് ബീറ്റ്സ് ആവുന്നവരെ നമ്മളിതിനെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ളതാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിങ്ങനെ സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് നമ്മുടെ ബട്ടറിനെ ഇതുപോലെ സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൈദ എടുത്തിട്ടുള്ള അരക്കപ്പിൽ തന്നെയാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് പൊടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറേശ്ശെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ കുറേശ്ശെ ഇട്ടതിന് ശേഷം മിക്സ് ചെയ്താൽ മതി. പെട്ടെന്ന് ഒറ്റയടിക്ക് ഇടുമ്പോൾ ഒന്ന് ഭയങ്കരമായിട്ട് ഇങ്ങനെ തിക്കായി പോയതുപോലെ ആവും. അപ്പോൾ ഇതാ നമ്മൾ അടുത്ത ബാച്ച് കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പഞ്ചസാരയൊക്കെ നന്നായിട്ട് നമ്മളിതിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2 മുട്ടയാണ് കേക്കിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഓരോ മുട്ടയായിട്ട് പൊട്ടിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിനെ നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ മുട്ട കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഞാനിതിലേക്ക് ഒരു മുടിയുടെ മുക്കാൽ ഭാഗമൊക്കെ വരുന്ന വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വാനില എസൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നല്ല ഫ്ലേവർ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ നമ്മൾ അതുകൂടി ചേർത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ആ യെല്ലോയിഷ് കളറൊക്കെ മാറിയിട്ട് നല്ലൊരു വെള്ള കളറാവണ വരെ നമുക്കിതിനെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിൻ്റെ മുട്ടയൊക്കെ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്യുവാണ്. ഞാൻ ജെൽ കളറാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. ലിക്വിഡ് കളർ തീർന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിലേക്ക് ആവശ്യമായിട്ട് ഉള്ള കളർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കളർ ചേർത്ത ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ ബട്ടർ മിൽക്ക് മാറ്റി വെച്ചിരുന്നു, അതും കുറേശ്ശെ ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് നമ്മുടെ ഫുള്ളായിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ ഫോൾഡ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ ചേർത്ത് നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്നിങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്നത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കേക്ക് ആയി വരുന്ന സമയത്ത് നമുക്ക് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതും നമ്മൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഓവറായിട്ട് കാണിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ക്രീമും ഞാൻ അത്യാവശ്യത്തിന് ഉള്ളത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊരു അരമണിക്കൂറൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഷുഗർ സിറപ്പും തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ ലെയറിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് ചോക്ലേറ്റിൽ പിങ്ക് കളർ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഞാൻ ഇതിലേക്ക് കുറച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഒരു 25-30 മിനിറ്റാണ് കേട്ടോ കേക്ക് ബേക്കാവാൻ എടുത്തത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ചൂടാറിയ ശേഷം ഞാൻ ഇതുപോലെ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് സെറ്റ് ചെയ്യാം. അപ്പം ഞാനൊരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിന് മേലേക്ക് ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തു. ഇനി നമുക്കിതിനെ ഷുഗർ സിറപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് വെറ്റാക്കി കൊടുക്കാം. അതിലേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് പൈപ്പ് ബാഗിൽ വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം.
നമ്മൾ ലെയറിൽ നമ്മുടെ വിപ്പിംഗ് ക്രീം ചെയ്ത ശേഷം ഞാൻ ഇതുപോലെ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിലേക്ക് കുറച്ച് കളർ ആഡ് ചെയ്തതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ നമ്മുടെ ഷുഗർ സിറപ്പിലേക്കും കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ നമുക്കിതുപോലെ നമ്മുടെ 3 ലെയറും വെച്ചിട്ട് നമ്മുടെ കേക്കിനെ ഒന്ന് ക്രം കോട്ട് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമ്മൾ ക്രം കോട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫൈനൽ കോട്ട് കൂടി ചെയ്യുവാണ്. അപ്പോൾ ഫൈനൽ കോട്ടും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലേക്ക് ഞാൻ നേരത്തെ കേക്കിൽ നിന്നിട്ട് ഒരല്പം ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് പാനിലിട്ടൊന്ന് ചൂടാക്കിയ ശേഷം നന്നായിട്ട് പൊടിച്ചെടുത്തു. അതിതുപോലെ ഒരു അരിപ്പയിലാക്കിയിട്ട് നമുക്കിതാ ഇത്രയും കട്ടിക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മേൽഭാഗത്ത് കുറച്ച് ഷുഗർ ബോൾസ് കൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ മേളിൽ കുറച്ച് കട്ടിയിൽ നമ്മുടെ പൊടി ഇട്ടു. സൈഡിലൊക്കെ ഒന്ന് ലൈറ്റായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ പൊടി കൊണ്ട് തന്നെ ചെറിയൊരു ബോർഡർ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റെഡ് വെൽവെറ്റ് കേക്കിൻ്റെ റെസിപ്പി. അപ്പോൾ നമ്മൾ 2 മുട്ടയും കുറച്ച് മൈദയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക് ചെയ്തിട്ടുള്ളത്. നല്ല സോഫ്റ്റ് കേക്കാണ്, നന്നായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിയുമെങ്കിൽ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവുന്നൊരു കേക്കാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.